മനുഷ്യർ ആദ്യമായി ഭാരമുള്ള വാഹനങ്ങളെ ഉണ്ടാക്കി. പക്ഷേ ഈ ഭാരത്തെ താങ്ങുവാൻ ശേഷിയുള്ള പാലങ്ങൾ അന്നില്ല. അങ്ങനെ അവസാനം BC 1300 ആർച്ച് പാലങ്ങൾ ഉണ്ടാക്കിയാൽ ഭാരമുള്ള വസ്തുക്കളെ താങ്ങുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് മനുഷ്യർക്ക് ആർച്ച് രൂപത്തിന് ഭാരം താങ്ങുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞത്? അത് മാത്തമാറ്റീഷ്യന്മാർ കണക്ക് കൂട്ടി കണ്ടുപിടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റി. അതിന്റെ ഉത്തരം ഗുഹകളുടെ രൂപം ശ്രദ്ധിച്ചപ്പോഴാണ്. ആർച്ച് രൂപമുള്ള ഗുഹകൾക്ക് അതിന്റെ മുകളിലെ മലയുടെ ഭാരത്തെ താങ്ങുവാൻ കഴിയുമെന്ന് കണ്ടപ്പോഴാണ് മനുഷ്യർ ആർച്ച് പാലങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങിയത്. അപ്പോൾ ആർച്ച് നിർമ്മിതികൾ വരും മുമ്പ് മനുഷ്യർ എങ്ങനെയായിരുന്നു വൻ നിർമ്മിതികൾ ഉണ്ടാക്കിയിരുന്നത്? നമുക്ക് ഈജിപ്തിലെ ഗിസ പിരമിഡ് തന്നെ എടുക്കാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്, ഈ പിരമിഡുകളെല്ലാം കൃത്യമായി നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഫേസ് ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. കൃത്യത എന്ന് പറഞ്ഞാൽ വെറും 0.05 എന്ന നിസ്സാര പിഴവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമ്പസ് പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് BC 2500 എങ്ങനെയായിരിക്കും ഇത്ര കൃത്യമായി ദിക്കുകളെ തിരിച്ചറിഞ്ഞത്? ധ്രുവ നക്ഷത്രത്തെ നിരീക്ഷിച്ചുകൊണ്ട്. പൊളാരിസ് എന്നാണ് ധ്രുവ നക്ഷത്രത്തിന്റെ പേര്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. BC 2500 അല്ലെങ്കിൽ 4500 വർഷം മുമ്പ് പൊളാരിസ് ഉണ്ടായിരുന്നത് ധ്രുവത്തിന് നേരെ മുകളിലല്ല, അല്പം മാറിയായിരുന്നു. എന്നിട്ടും എങ്ങനെയായിരിക്കും കൃത്യമായി ദിക്കുകൾ മനസ്സിലാക്കിയത്? അന്ന് ധ്രുവത്തിന് നേരെ മുകളിൽ ഉദിച്ചിരുന്നത് മറ്റൊരു നക്ഷത്രമായിരുന്നു, ട്യൂബാൻ. BC 2500 കാലത്ത് ട്യൂബാൻ ആയിരുന്നു ധ്രുവ നക്ഷത്രം. ഈ നക്ഷത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഗിസ പിരമിഡ് നിർമ്മിച്ചത്. ഇനിയാണ് പ്രധാന ചോദ്യം: എങ്ങനെയായിരിക്കും 2000 കിലോ വരെ ഭാരമുള്ള കല്ലുകൾ ഓരോന്നിന്റെ മുകളിലായി കൂട്ടിവെച്ചത്? അത് ഒരു വലിയ റാമ്പ് പണിഞ്ഞുകൊണ്ടാണ്. ആദ്യം തറയിൽ കല്ലുകൾ കൂട്ടിവെച്ച് ബേസ് ഉണ്ടാക്കും. പിന്നീട് ഈ ബേസിലേക്ക് റാമ്പ് പണിയും. മരം കൊണ്ടുള്ള സ്ലൈഡിൽ കല്ലുകൾ വെച്ച് താഴെയുള്ള മണലിൽ വെള്ളമൊഴിച്ച ശേഷമാണ് കല്ലുകളെ വലിച്ചു കൊണ്ടുപോയിരുന്നത്. എന്നാൽ പിരമിഡിന്റെ വലിപ്പം കൂടുന്തോറും നീളമുള്ള റാമ്പ് പണിയേണ്ടി വരും. അങ്ങനെ വളരെ നീളമുള്ള റാമ്പ് പണിയേണ്ടി വന്നപ്പോൾ അതിനുള്ള പരിഹാരവും കണ്ടെത്തി. ഈ ചിത്രത്തിലുള്ളതുപോലെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന റാമ്പുകൾ നിർമ്മിച്ചിട്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും 30,000-ഓളം പേർ ജോലിയെടുത്ത് 25 വർഷം കൊണ്ടാണ് പിരമിഡിന്റെ പണി പൂർത്തീകരിച്ചത്.